നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹസഹായത്തിൻ്റെ കരങ്ങളുമായി ഈ ആഴ്ച ശമരിയൻ കടന്നു ചെല്ലുന്നത് എറണാകുളം ജില്ലയിലെ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനീഷ് അഗസ്റ്റിൻ്റെ അടുക്കലേക്കാണ്. 8 വർഷമായി കിഡ്നി രോഗിയായ അനീഷും അപ്പനും അമ്മയും താമസിക്കുന്നത് ഈ വാടക വീട്ടിലാണ്. എൻ്റെ പേര് ഷൈമോൾ ബേബി. ഞാൻ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് ഉപ്പുകണ്ടം എന്ന വാർഡിൻ്റെ മെമ്പറാണ്. 3 വർഷമായിട്ട് ഞാനിവിടെ ഈ ട്രെയിനിൽ 3 വർഷമായി ഈ വാർഡിലെ മെമ്പറായിട്ടിരിക്കുന്നു. എൻ്റെ വാർഡിൽ വാടകക്കാരായി താമസിക്കുന്നവരാണ് അനീഷ് അഗസ്റ്റിനും കുടുംബവും. അച്ഛനും അമ്മയും അനീഷുമാണ് താമസിക്കുന്നത്. അനീഷ് എന്നെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. 7-8 വർഷമായി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഓരോ വീടുകളിലും മാറി മാറി വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇപ്പോൾ ഈ വാർഡിൽ തന്നെ 4 വർഷത്തിൽ കൂടുതലായിട്ട് താമസിക്കുന്നതായിട്ടും എനിക്കറിയാവുന്നതാണ്. സാമ്പത്തികമായിട്ട് ഏറെ പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണ് അവരുടേത്. തൊഴിലിനൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം. ആഴ്ചയിൽ 4 ഡയാലിസിസ്. അറിയാലോ, ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അതിൻ്റെ പരിമിതികളിലെല്ലാം ഒതുങ്ങി ജീവിക്കുന്ന ഒരു കുടുംബം. സ്വന്തമായി സ്വത്തുവകകളൊന്നുമില്ല. അമ്മയാണ് കൂടെ നിന്ന് എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും പലപ്പോഴും പണിയാൻ പോകാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് കൂലിപ്പണിയും ശരിക്കും നടക്കുന്നില്ല. അങ്ങനെയുള്ള ഏറ്റവും നിർധന കുടുംബം ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി ഒരു വീട് കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ പേരുണ്ട്. സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണം ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്ഥലവും വീടും എന്നുള്ള പദ്ധതിക്ക് സ്ഥലം വാങ്ങാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. അതിനുള്ള ഫണ്ടില്ലാത്തതുകൊണ്ട് ഇതുവരെയും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വീടും സ്ഥലവും ഒന്നും ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വാടകയ്ക്ക് തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റേതായിട്ടുള്ള ഡയാലിസിസ് പേഷ്യൻറ്റിന് കൊടുക്കുന്ന തുച്ഛമായ സഹായങ്ങൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനായിട്ട് സാധിക്കില്ല. ഡയാലിസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ചെറിയ ഒരു സബ്സിഡി പോലെയുള്ള ഒരു സംവിധാനം മാത്രമാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്നത്. അതിൽ കൂടി യാതൊന്നും അവർക്ക് ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് വണ്ടിയിൽ പണിക്കാരനായി കുടുംബം പുലർത്തിയിരുന്ന ചെറുപ്പക്കാരൻ കഠിനാധ്വാനത്തിലൂടെ ഒരേയൊരു സഹോദരിയെ വിവാഹം ചെയ്തയച്ചു. ജീവിതത്തിൻ്റെ ഭാവി സ്വപ്നങ്ങളുമായി ജോലി ചെയ്ത് മാതാപിതാക്കളെ പോറ്റി മുന്നോട്ടു പോകുമ്പോഴായിരുന്നു പെട്ടെന്നൊരു നാളിൽ പ്രതീക്ഷിക്കാതെ ഒരു പനി വരുന്നത്. എൻ്റെ പേര് അനീഷ് അഗസ്റ്റി. ഞാൻ എറണാകുളം ജില്ലയിൽ കോട്ടപ്പടി പഞ്ചായത്തിൽ 5-ാം വാർഡിൽ താമസിക്കുന്നു. ഞാനൊരു നേരത്തെ വണ്ടിപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു പെട്ടെന്നൊരു പനി വന്നതായിരുന്നു. പനി വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് കിഡ്നിക്ക് കംപ്ലൈൻ്റാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അവർ പെട്ടെന്ന് കളമശ്ശേരിക്ക് പൊക്കോളാൻ പറഞ്ഞു. കളമശ്ശേരി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറയണത് ഇവിടെ ഇല്ല, നിങ്ങൾ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ 2 കിഡ്നിയും കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നത്. അവിടെ നിന്ന് ഡയാലിസിസ് തുടങ്ങി. പിന്നെ അപ്പം തന്നെ മാറ്റി വയ്ക്കാനായിരുന്നു ഇത്. ഞങ്ങൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് മാറ്റി വയ്ക്കാനുള്ള ഇതിൽ വന്ന് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഒരു നെഞ്ചുവേദന വന്ന് കോതമംഗലം സെൻറ്റ് ജോസ് ഹോസ്പിറ്റലിൽ വന്ന് കൊണ്ടുപോയി ചെന്നപ്പോഴാണ് അറിഞ്ഞത് ലെൻസിൽ വെള്ളം കയറിയതാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് അവിടെയായിരുന്നു. ഒരു 7 വർഷമായിട്ട് ഇപ്പോൾ അവിടെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ആഴ്ചയിൽ 4 ഡയാലിസിസ് ഉണ്ട് എനിക്ക്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുവാനും മരുന്ന് മേടിക്കുവാനും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് പ്രായമായ ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങളെ ഞാൻ കെട്ടിച്ചു വിട്ടു. ഇപ്പോൾ ഞാനും അച്ഛനും അമ്മയാണ് താമസിക്കുന്നത്.
വിട്ടുമാറാത്ത പനിയെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തുമ്പോഴാണ് അറിയുന്നത് അനീഷിൻ്റെ 2 കിഡ്നിയും തകരാറിലാണെന്ന സത്യം. 2 കിഡ്നികളുടെയും പ്രവർത്തനം നിലച്ചു എന്നറിഞ്ഞപ്പോൾ അനീഷിനോടൊപ്പം മാതാപിതാക്കളും മാനസികമായി തകർന്നു. എന്നാൽ ശരീരം രോഗാവസ്ഥയിലാണെങ്കിലും ഈ ചെറുപ്പക്കാരൻ പ്രത്യാശ കൈവിടാതെ വിദഗ്ധ ചികിത്സയ്ക്കായി തയ്യാറെടുത്തു. ഞാൻ 8 വർഷമായിട്ടിപ്പോൾ ഡയാലിസിസ് ചെയ്ത് വരികയാണ്. ആഴ്ചയിൽ 4 ഡയാലിസിസാണ് ചെയ്യുന്നത്. ഒരു ഡയാലിസിസിന് 800 രൂപയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാൻ. ഇടയ്ക്ക് ഞാൻ 2 വീലറിൽ പോവും, അല്ലാത്ത നല്ല ക്ഷീണമുള്ളപ്പോൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അപ്പോൾ 4 ഡയാലിസിസ് ചെയ്യുവാനും ആഴ്ചയിൽ മരുന്ന് മേടിക്കുവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മാസം മരുന്നിനും ഗുളികയ്ക്കും തന്നെ ഡയാലിസിസുകളും കൂടി 25,000 രൂപയുടെ മേളിൽ പോകും. അച്ഛന് കൂലിപ്പണിയാണ്. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക 2,000 രൂപയാണ്. അച്ഛൻ പണിക്ക് പോകുന്നതുകൊണ്ടാണ് ഇതെല്ലാം. അച്ഛൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. 8 വർഷമായി ഡയാലിസിസ് തുടങ്ങിയിട്ട്. ആദ്യം ഡയാലിസിസ് 3 എണ്ണമായിരുന്നു. പിന്നെ മുന്നോട്ട് വന്നതിൻ്റെ അനുസരിച്ച് കൂടി വന്നു. ഇപ്പോൾ എനിക്ക് ആഴ്ചയിൽ 4 ഡയാലിസിസാണ്. 1.5 ഇടവിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ നല്ലവരായ നാട്ടുകാരും ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ നിന്ന് സഹായം ഉണ്ടായിരുന്നു. ഇപ്പോഴും നാട്ടുകാർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ട് കൂടുന്ന സമയത്തൊക്കെ അവിടെ അഡ്മിറ്റ് ആവാറുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ ആവാറുണ്ട്. ഒരാഴ്ച വെൻറ്റിലേറ്റർ കിടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല പൈസ ചിലവാണ്. അന്നേരമൊക്കെ എനിക്ക് നല്ലവരായ നാട്ടുകാരാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ തന്നെയാണ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും സഹായിച്ച് മടുത്തു. കാരണം കുറേ 8 വർഷമായി ഇപ്പോൾ ഞാൻ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ. ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗവും അനീഷിനെ പിടികൂടിയപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അനീഷ് ഡയാലിസിസ് തുടരാൻ തീരുമാനിച്ചു. ചികിത്സാ ചെലവിനുള്ള പണം ലഭിക്കാതെ ഇപ്പോഴും സുമനസ്സുകളുടെ സഹായത്തിനായി കൈനീട്ടുകയാണ് ഈ ചെറുപ്പക്കാരൻ. എൻ്റെ പേര് സൂസൻ അഗസ്റ്റിൻ. ഉപ്പുകണ്ടംകരയിൽ കോട്ടപ്പടി പഞ്ചായത്തിൽ 5-ാം വാർഡിൽ താമസിക്കുന്നു. എൻ്റെ മകന് അസുഖം തുടങ്ങിയിട്ട് 8 വർഷമായി ഡയാലിസിസ് ചെയ്തു തുടങ്ങിയിട്ട്. ഞാൻ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. എൻ്റെ മകനെ നോക്കാനും കൂലിപ്പണിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പല സ്ഥലത്തേക്കടെയും കൈ നീട്ടി ചെല്ലുമ്പോഴൊക്കെ ഓരോരുത്തർ എന്നോട് പറയണത്, നിങ്ങൾ അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല എന്ന് എന്നോട് ചോദിക്കും. അവന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ പോകാത്ത സ്ഥലങ്ങളുമില്ല, കൈ നീട്ടാത്ത എവിടെയുമില്ല. എനിക്ക് ജീവിക്കാനും എൻ്റെ കൊച്ചിൻ്റെ മുമ്പോട്ടേക്ക് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള കാര്യങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും നിങ്ങളിൽ നല്ലവരായ എന്നെ എന്തെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ കരഞ്ഞപേക്ഷിക്കുകയാണ്. എൻ്റെ മോൻ്റെ ജീവന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ യാചിക്കുക. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്ത കാരണം കിടക്കാൻ കിടപ്പടമില്ല. വാടക വീട്ടിലാണ് കിടക്കണേ. മരുന്ന് വാങ്ങിക്കാനും പൈസ ഇല്ല. ഇവനെ ഞാൻ ഒരു ഡയാലിസിസ് ചെയ്യാൻ പോലും എനിക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ ജീവിതം. എനിക്കാണെങ്കിൽ ഞാനിത് എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുക. ദൈവം തന്നെ കാത്തുപരിപാലിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ അനീഷ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നു. സുഹൃത്തുക്കളും നാട്ടുകാരും സഹായഹസ്തവുമായി വന്നപ്പോഴാണ് കിഡ്നി മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്കായി തയ്യാറെടുത്തത്. ഇതിൻ്റെ തുടർ ചികിത്സയിൽ ടെസ്റ്റുകൾക്ക് വിധേയനായപ്പോഴാണ് മറ്റൊരു ദുരന്ത വാർത്ത അറിയുന്നത്. ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുന്ന അസുഖം കൂടി ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേറെ പ്രതിസന്ധി നേരിടുന്ന ഈ കുടുംബത്തിനെ ഇതുവരെയും ഈ നാട്ടിലുള്ള ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ തുടർന്നും ഒരുപാട് സഹായങ്ങൾ കിട്ടിയാൽ മാത്രമാണ് ഈ ചെറുപ്പക്കാരനായ പയ്യന്, കാരണം 28 വയസ്സ് മാത്രമാണ് അവന് പ്രായമുള്ളത്, ജീവിക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ.
അപ്പോൾ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്ത് അവനെ രക്ഷപ്പെടുത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ഒരുപാട് സഹായങ്ങൾ കിട്ടിയാൽ മാത്രമാണ് അവന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാര്യം എനിക്ക് നേരിട്ട് അറിവുള്ളതാണെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് കഴിയുന്നത്. എന്നെ കണ്ടാവും വിധമുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. സാക്ഷ്യപത്രങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നെ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തുടർന്നും ഒരുപാട് സഹായങ്ങൾ, ചെറിയ സഹായങ്ങൾ കൊണ്ട് ആവില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ട്രാൻസ്പ്ലാന്റൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു പൈസത്തെ ചിലവുണ്ട്. ചെറിയ കാശ് കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹായം, കൈത്താങ്ങ്, അതാണ് ആവശ്യമായിട്ടുള്ളത് ഈ പയ്യനെപ്പോഴും. ഇനി മുമ്പോട്ടുള്ള അനീഷിൻ്റെ ജീവിതത്തിൽ ഡയാലിസിസ് മാത്രമേ ചെയ്യാൻ കഴിയൂ. ആഴ്ചയിൽ 4 ഡയാലിസിസ് ചെയ്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇന്നും ജീവൻ നിലനിർത്തി മുന്നോട്ടു പോകുന്നു. ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്നുള്ള ഈ ഗുരുതര രോഗാവസ്ഥയിലേക്ക് വീണുപോയപ്പോൾ ഇരുളടഞ്ഞ ഭാവി ജീവിതത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളുമായി കാത്തിരിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TV-യിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഷാജു ആൻസി എന്ന ദമ്പതികൾക്ക് വേണ്ടി സമാഹരിച്ച തുക 3,15,000 രൂപ ഇപ്പോൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതുപോലെ ഷാജു കാൽമുട്ടിൻ്റെ ലിഗമെൻറ്റിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വിശ്രമിക്കുകയാണ്. ഭാര്യ ആൻസിയാണ് എൻ്റെ സൈഡിൽ നിൽക്കുന്നത്. ആൻസിക്കും ആരോഗ്യകരമായ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ആൻസിയുടെ ലങ്സ് ചുരുങ്ങുന്ന ഒരു രോഗത്തിന് വിധേയാണ്. അതിൻ്റെ ഫലമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് 2 മക്കളാണുള്ളത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിക്ക് കിഡ്നി സംബന്ധമായ അസുഖവും അതിൻ്റെ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ താമസിക്കുന്നത് മുരിങ്ങൂർ തന്നെയുള്ള ശാന്തിപുരത്ത് ഡിവൈൻ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലുള്ളവരാണ്. മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ കൊണ്ടാണ് അവരുടെ ചികിത്സകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV അവരെ പരിചയപ്പെടാനും അവരെക്കുറിച്ചുള്ള വാർത്ത ഗുഡ്നസ് TV-യിലൂടെ നിങ്ങളെ അറിയിക്കുവാനുമായിട്ട് ഇടയായത്. ആ വാർത്ത നിങ്ങൾ കേൾക്കാനായിട്ട് ഇടയായപ്പോൾ, ഇവരെക്കുറിച്ച് അറിയാനായിട്ട് ഇടയായപ്പോൾ ഗുഡ്നസ് TV-യുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക 3,15,000 രൂപ സമാഹരിക്കുവാനും കൊടുക്കുവാനുമായിട്ട് ഇപ്പോൾ എനിക്ക് സാധിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ആ തുകയുടെ ചെക്ക് ഞാനിപ്പോൾ ആൻസിയെ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TV-യുടെ പേരിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങൾ ഈ വാർത്ത കേൾക്കുകയും അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുവാനും കൊടുക്കുവാനുമായിട്ട് ഇപ്പോൾ സാധിച്ചത്. നിങ്ങളുടെ നല്ല മനസ്സിനെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും വലിയ ധനികരൊന്നുമല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.
കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വാർത്ത കണ്ടിട്ട് ഒരു സഹോദരി എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ അടുത്ത കാലത്ത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടി, ആ പെൻഷൻ കൊണ്ടാണ് മരുന്നൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് കേൾക്കാനായിട്ട് അറിയാനായിട്ട് ഇടയായപ്പോൾ കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു തുക അയക്കുകയാണ്, അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത്. അങ്ങനെ 100 രൂപയും 200 രൂപയും 500 രൂപയുമൊക്കെ ആളുകൾ തന്നത് കൂട്ടിവെച്ചിട്ട് ആണ് ഇത്രയും വലിയ ഒരു തുക നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 3,15,000 രൂപ സ്വരൂപിക്കണമെങ്കിൽ എന്തുമാത്രം ആളുകൾ അതിനോട് സഹകരിച്ചിട്ടുണ്ടായിരിക്കും എന്ന്. അവരെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ പേരിൽ അവർക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. അവരെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറപ്പും ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന ശക്തിയും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. ഗുഡ്നസ് ചാനലിലെ സമരിയാൻ എന്ന പ്രോഗ്രാം കണ്ട് ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ച എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഗുഡ്നസ് ചാനലിലെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഓർക്കുന്നതായിരിക്കും.